സോ അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോബബിൾ മോഡ്സ് ഓഫ് ഫെയിലിയർ ഓഫ് ബോൾട്ടഡ് കണക്ഷൻസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കാരണം ബോൾട്ട് ഏതൊക്കെ വിധത്തിൽ ഫെയിൽ ആകുന്നു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ സക്സസ്ഫുള്ളായി വളരെ സേഫായി നമുക്കൊരു ബോൾട്ടിനെ ഡിസൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രധാനമായും ബോൾട്ട് ഫെയിൽ ആകുന്നത് 3 തരത്തിലാണ്. ദർ ഈസ് ഷിയർ ഫെയിലിയർ, ദർ ക്യാൻ ബി ബെയറിംഗ് ഫെയിലിയർ ആൻഡ് ദർ ക്യാൻ ബി ടെൻഷൻ ഫെയിലിയർ ഓൾസോ. ഷിയർ ഫെയിലിയർ, ബെയറിംഗ് ഫെയിലിയർ, ടെൻഷൻ ഫെയിലിയർ അല്ലെങ്കിൽ ടെൻസൈൽ ഫെയിലിയർ, അങ്ങനെ 3 തരത്തിൽ ഫെയിലിയർ ബോൾട്ടഡ് കണക്ഷൻസിൽ സംഭവിക്കാം. ഈ ഷിയർ ഫെയിലിയർ തന്നെ ബോൾട്ടിലും പ്ലേറ്റിലും പ്രത്യേകം സംഭവിക്കാം. ബെയറിംഗ് ഫെയിലിയറും അതുപോലെ ബോൾട്ടിലും പ്ലേറ്റിലും പ്രത്യേകം സംഭവിക്കാം. ടെൻസൈൽ ഫെയിലിയറും ബോൾട്ടിലും പ്ലേറ്റിലും പ്രത്യേകം സംഭവിക്കാം. ഈ 6 ടൈപ്പ് ഓഫ് ഫെയിലിയർ കൂടാതെ there is one more type of failure, but it is very rare that it occurs. അതിനെ വിളിക്കുന്ന പേരാണ് bending failure of bolt. bending failure എന്ന് പറയുന്നത് നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ കുറേ അധികം പ്ലേറ്റുകൾ, സാധാരണ 2 പ്ലേറ്റോ അല്ലെങ്കിൽ 3 പ്ലേറ്റോ, പരമാവധി 3 പ്ലേറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. പക്ഷേ അതിൽ കൂടുതലായി ഒരുപാട് പ്ലേറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ ബോൾട്ടഡ് കണക്ഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ബെൻഡിങ് ഫെയിലിയർ സംഭവിക്കാൻ, ബോൾട്ടിൽ ഒരു ബെൻഡിങ് ഫെയിലിയർ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സോ അതാണ് ബെൻഡിങ് ഫെയിലിയർ ഓഫ് ബോൾട്ട്, ബട്ട് ഇറ്റ് ഈസ് വെരി റെയർ ടു ഓക്കർ. ഓക്കെ, നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഫെയിലിയർ മോഡ്സ് എന്ന് പറയുന്നത് ഷിയർ ഫെയിലിയറും ബെയറിംഗ് ഫെയിലിയറുമാണ്. ഓക്കെ, ടെൻഷൻ ഫെയിലിയറും റെയർ ഒക്കറൻസ് ആണ്, പക്ഷേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, സോ ഷിയർ ഫെയിലിയർ എങ്ങനെയാണ് സംഭവിക്കുക? ഷിയർ ഫെയിലിയർ ഈ ഫിഗർ നോക്കുക. ഷിയർ ഫെയിലിയർ ബോൾട്ടിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ ഇതൊരു ലാപ്പ് ജോയിന്റ് ആണ്. യു ആർ അപ്ലൈയിങ് എ ടെൻസൈൽ ഫോഴ്സ്. ഈ 2 പ്ലേറ്റ്സും ഇന്റർസെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ 2 പ്ലേറ്റ്സിന്റെയും ഇന്റർഫേസിലുള്ള ആ സർഫസിൽ ഫെയിലിയർ സംഭവിക്കും. ആർക്കാണ് സംഭവിക്കുക? ബോൾട്ടിനാണ് സംഭവിക്കുക. ഓക്കെ, ബോൾട്ട് ഇപ്പോൾ നോക്കുക, ഈ പ്ലേറ്റ് ഇടതേ വശത്തേക്കും താഴത്തെ പ്ലേറ്റ് വലതുവശത്തേക്കും മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൂവ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ബോൾട്ട് ഈ ഒരു സിംഗിൾ ബോൾട്ടിന്റെ മുകൾ ഭാഗവും ലെഫ്റ്റ് സൈഡിലേക്ക്, പകരം അതിന്റെ താഴ്ഭാഗം റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ മുകൾ ഭാഗത്തിനും താഴ്ഭാഗത്തിനും ഇടയ്ക്കുള്ള ആ സർഫസിൽ ഫെയിലിയർ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സോ അതാണ് ഈ മുകളിലെ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. സോ ദിസ് ഈസ് നോൺ ആസ് ഷിയർ ഫെയിലിയർ ഇൻ ബോൾട്ട്. ഇനി അടുത്ത ഫിഗർ നോക്കുക, ഷിയർ ഫെയിലിയർ ഇൻ പ്ലേറ്റ്. പ്ലേറ്റിൽ ഷിയർ ഫെയിലിയർ എങ്ങനെയാണ് സംഭവിക്കുക? ഇവിടെ നോക്കുക, പ്ലേറ്റിൽ ഷിയർ ഫെയിലിയർ സംഭവിക്കുന്നത് ഈ ഫിഗറിൽ കാണുന്ന പോലെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബോൾട്ട് വളരെ സ്ട്രോങ് ആണ്, അതുകൊണ്ടാണ് ഷിയർ ഫെയിലിയർ ബോൾട്ടിൽ സംഭവിക്കാത്തത്. ഓക്കെ, ഇവിടെ പ്ലേറ്റ് വളരെ വീക്കാണ്. ഓക്കെ, നമ്മൾ ഈ പ്ലേറ്റിനെ ഇരുവശത്തേക്കും, 2 പ്ലേറ്റ്സിനെ ഇരുവശത്തേക്കും സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ, ലോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ഫെയിലിയർ ഷാൽ ഒക്കർ ഇൻ ദിസ് പാറ്റേൺ. ഈ മാനറിൽ ഫെയിലിയർ സംഭവിക്കും. പ്ലേറ്റിൽ 2 വശത്തേക്കും, ഓക്കെ, 2 വശത്തേക്കും ഒരേ സൈഡിലേക്ക് തന്നെ 2 വശത്തേക്കുമായി പ്ലേറ്റിൽ ക്രാക്ക് ഡെവലപ്പ് ചെയ്ത് ഫെയിലിയർ ഉണ്ടാകും. ഓക്കെ, സോ ഇവിടെ ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത ലോഡിന്റെ ഏകദേശം അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഈ ഫെയിലിയർ ക്രാക്ക് അല്ലെങ്കിൽ റപ്ചർ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ദ റപ്ചർ ഹാസ് ഒക്കേർഡ് along 2 ലൈൻസ്. ഓക്കെ, 2 ഭാഗത്തേക്കാണ് നമുക്ക് ഇവിടെ റപ്ചർ സംഭവിച്ചിരിക്കുന്നത്. ഈ റപ്ചർ സംഭവിച്ചിരിക്കുന്ന ദിശ എന്ന് പറയുന്നത് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഈ റപ്ചർ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇതിനെ ഷിയർ ഫെയിലിയർ ഓഫ് പ്ലേറ്റ് എന്ന് വിളിക്കുന്നത്. ലോഡ് അപ്ലൈ ചെയ്ത അതേ ഡയറക്ഷനിൽ തന്നെ ഇരുവശങ്ങളിലേക്ക് ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് നോൺ ആസ് ഷിയർ ഫെയിലിയർ ഓഫ് പ്ലേറ്റ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ, ബോൾട്ടിൽ ഷിയർ ഫെയിലിയർ സംഭവിക്കണമെങ്കിൽ പ്ലേറ്റിനേക്കാളും സ്ട്രെങ്ത് ബോൾട്ടിന് കുറവായിരിക്കണം. ഓക്കെ, ഷിയർ സ്ട്രെങ്ത് ബോൾട്ടിന് കുറവാണെങ്കിലേ ഷിയർ ഫെയിലിയർ ബോൾട്ടിൽ സംഭവിക്കുന്നു. നേരെ മറിച്ച് ബോൾട്ടിന്റെ സ്ട്രെങ്ത്, ഷിയർ സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ പ്ലേറ്റ് വേണം ഫെയിൽ ആകേണ്ടത്. ഓക്കെ, പ്ലേറ്റ് ആയിരിക്കും ഫെയിൽ ആകുന്നത്. അത് ഈ വിധത്തിലായിരിക്കും.
So this is known as shear failure of bolt and this is known as shear failure of plate. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഫെയിലിയർ മോഡ് എന്ന് പറയുന്നത് ബെയറിംഗ് ഫെയിലിയർ ആണ്. ഓക്കെ, ബെയറിംഗ് ഫെയിലിയർ എങ്ങനെ സംഭവിക്കും അത് മനസ്സിലാക്കാൻ ഇവിടെ ബോൾട്ടിലും പ്ലേറ്റിലും ബെയറിംഗ് ഫെയിലിയർ സംഭവിക്കുമെന്ന് പറയുന്നുണ്ട്. ബോൾട്ടിൽ സംഭവിക്കുന്നത് ഇവിടെ നോക്കുക, പ്ലേറ്റിൻ്റെ ഒരു വശം ബോൾട്ട് ഹോളിൻ്റെ ഒരു സൈഡായിരിക്കും വന്ന് ബോൾട്ടിൽ തട്ടുകയും അങ്ങനെ ബോൾട്ടിൽ ഫെയിലിയർ സംഭവിക്കുകയും ചെയ്യുന്നു ഈ ഫിഗറിൽ കാണുന്ന പോലെ. നേരെ മറിച്ച് പ്ലേറ്റിലാണ് ഫെയിലിയർ നടക്കുന്നതെങ്കിൽ ബോൾട്ട് വളരെ സ്ട്രോങ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോൾട്ട് വളരെ സ്ട്രോങ് ആയിരിക്കും. ബോൾട്ട് ആയിരിക്കും ഈ പ്ലേറ്റിൽ വന്ന് ഒരു വശത്ത് തട്ടുകയും ഓക്കെ അങ്ങനെ പ്ലേറ്റിൻ്റെ ഒരു വശത്തേക്ക് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. സോ ദിസ് ഈസ് നോൺ ആസ് ബെയറിംഗ് ഫെയിലിയർ ഓഫ് പ്ലേറ്റ്. ഇനി അത് മനസ്സിലാക്കാൻ വേണ്ടി ബെയറിംഗ് ഫെയിലിയർ ഓഫ് പ്ലേറ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു ഫിഗർ നോക്കാം. ഓക്കെ, സോ ഈ ഫിഗർ നോക്കുക. ബെയറിംഗ് ഫെയിലിയർ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൽ നിന്ന് ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്, ഇപ്പോൾ പ്ലേറ്റ് ബോൾട്ടിനെക്കാളും സ്ട്രോങ് ആണെന്ന് കരുതുക. പ്ലേറ്റ് ബോൾട്ടിനെക്കാളും സ്ട്രോങ് ആണ്. അപ്പോൾ ഈ രണ്ട് പ്ലേറ്റ്സിനെയും ഇരുവശത്തേക്ക് നമ്മൾ വലിക്കുന്നു. അങ്ങനെ ഈ പ്ലേറ്റിലെ ബോൾട്ട് ഹോളിൻ്റെ ഒരു വശം വന്ന് ബോൾട്ടിൻ്റെ ഒരു സൈഡിൽ വന്ന് തട്ടുന്നു, ഷാങ്ക് റീജിയനിൽ വന്ന് തട്ടുകയും നമ്മൾ ലോഡ് വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഈ ബോൾട്ടിൻ്റെ ഈ വശം, ഈ തട്ടിയ വശത്ത് ഫെയിലിയർ സംഭവിക്കും. ബിക്കോസ് പ്ലേറ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ബോൾട്ട്. പ്ലേറ്റ് ആണ് ഇവിടെ സ്ട്രോങ്. അപ്പോൾ പ്ലേറ്റിനൊന്നും സംഭവിക്കില്ല, ബോൾട്ട് ആയിരിക്കും ഫെയിൽ ആകുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ നോക്കുക, ഇവിടെ സംഭവിക്കുന്നത് ബോൾട്ട് ഈസ് സ്ട്രോങ്ങർ ദാൻ ദ പ്ലേറ്റ്. ബോൾട്ട് വളരെ സ്ട്രോങ് ആണ്. സോ ഇതേ സിറ്റുവേഷൻ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഇഫ് യു അപ്ലൈ ടെൻഷൻ ടു ബോത്ത് ദ പ്ലേറ്റ്സ്, രണ്ട് പ്ലേറ്റുകളും ഇരുവശത്തേക്ക് മൂവ് ചെയ്യുകയും ഈ പ്ലേറ്റിൻ്റെ ഒരു വശം വന്ന് ബോൾട്ടിൽ തട്ടുകയും, പക്ഷെ ബോൾട്ട് സ്ട്രോങ് ആയതുകൊണ്ട് പ്ലേറ്റ് ആയിരിക്കും ഫെയിൽ ഉണ്ടാകുന്നത്. ഓക്കെ, പ്ലേറ്റിലായിരിക്കും ഫെയിലിയർ സംഭവിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ബെയറിംഗ് ഫെയിലിയർ സംഭവിക്കുന്നത്. The plate is stronger than bolt, then bearing failure occurs in the bolt. If the plate is weaker or if the bolt is stronger, then the failure occurs in the plate. Okay, so shear failure bearing failure നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ടെൻഷൻ ഫെയിലിയർ. ടെൻഷൻ ഫെയിലിയർ നോക്കുക. ടെൻഷൻ ഫെയിലിയർ മനസ്സിലാക്കേണ്ടത് പ്ലേറ്റിലും ബോൾട്ടിലും സംഭവിക്കുന്നുണ്ട്. പ്ലേറ്റിൽ സംഭവിക്കുന്ന കാര്യം നോക്കാം. നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നു, രണ്ട് പ്ലേറ്റ്സും ഇരുവശത്തേക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ക്രാക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ദ ക്രാക്ക് ഈസ് ഒക്കറിങ് ഇൻ ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സ് അപ്ലൈ ചെയ്തതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് പ്ലേറ്റിൽ ഫ്രാക്ചർ അല്ലെങ്കിൽ റപ്ചർ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഷിയർ ഫെയിലിയർ വെച്ചിട്ടാണ്. ഷിയർ ഫെയിലിയറിലായിരുന്നെങ്കിൽ ഇവിടെ റപ്ചർ സംഭവിച്ച രണ്ട് പ്ലെയിൻസിലാണ്, ബട്ട് ബോത്ത് ദ പ്ലെയിൻസ് are in the same direction of application of force. Force applied അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഈ രണ്ട് ഫെയിലിയർ പ്ലെയിൻസും ഉണ്ടായത്. ഓക്കെ, അതാണ് ഡിഫറൻസ്. ഷിയർ ഫെയിലിയർ ഓഫ് പ്ലേറ്റും ടെൻഷൻ ഫെയിലിയർ ഓഫ് പ്ലേറ്റും അത് അങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത ടെൻഷൻ ഫെയിലിയർ ഓഫ് ബോൾട്ട്. ബോൾട്ടിൽ ടെൻഷൻ ഫെയിലിയർ ഉണ്ടാകുന്ന സാധാരണഗതി നമുക്ക് ഹാങ്ങർ ബോൾട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഡയറക്റ്റ് ആക്സിയൽ ഫോഴ്സ്, ആക്സിയൽ ടെൻസൈൽ ഫോഴ്സ് ആണ് ഈ ബോൾട്ടിൽ സംഭവിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ബോൾട്ട് ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ ഹാങ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ബോൾട്ടിൽ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്ന ടെൻഷൻ ഫോഴ്സ്, ആക്സിയൽ ടെൻഷൻ തന്നെയാണ്. ഓക്കെ, സോ പ്രധാനമായും നമ്മൾ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യുകയാണ്. പ്രധാനമായും ബോൾട്ടഡ് കണക്ഷനിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള 3 ഫെയിലിയേഴ്സ് ആണ്: ഷിയർ ഫെയിലിയർ ഓഫ് ബോൾട്ട്, ഷിയർ ഫെയിലിയർ ഓഫ് പ്ലേറ്റ്, bearing failure of bolt, bearing failure of plate, tension failure of bolt and tension failure of plate. Okay, now let us discuss about the relevant provisions in Indian standard IS 800. IS 800 2007 പബ്ലിഷ് ചെയ്ത IS 800ലെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ഉപയോഗിച്ച് വേണം നമ്മൾ ഇനി ബോൾട്ടഡ് കണക്ഷൻസിനെ ഡിസൈൻ ചെയ്യേണ്ടത്. സോ അതിലെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ഏതൊക്കെ പേജുകളിലാണെന്നും നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ദയവായി ആ IS കോഡ് റെഫർ ചെയ്ത് ഈ പറയുന്ന പ്രൊവിഷൻസ് എവിടെയൊക്കെയാണെന്ന് ഫെമിലറൈസ് ചെയ്ത് വെക്കുക. പരീക്ഷയ്ക്ക് വളരെ ഉപയോഗപ്രദമാകും. ഓക്കെ, സോ ഫസ്റ്റ് ടേം ഈസ് നോമിനൽ ഡയമീറ്റർ ഓഫ് ദ ഫാസ്റ്റനർ. ഫാസ്റ്റനർ
അഥവാ ബോൾട്ടിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ ബോൾട്ട് അറ്റ് ദ ഷാങ്ക് റീജിയൻ. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ബോൾട്ടിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ദ ഡയമീറ്റർ ഓഫ് ദ ബോൾട്ട് അറ്റ് ദ ഷാങ്ക് റീജിയനിലെ ഡയമീറ്ററിനെയാണ് നോമിനൽ ഡയമീറ്റർ ഓഫ് ഫാസ്റ്റനർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നോമിനൽ ഡയമീറ്റർ ഓഫ് ഫാസ്റ്റനറിനെ റെപ്രസെന്റ് ചെയ്യുന്ന നൊട്ടേഷൻ സ്മോൾ ആൽഫബറ്റിക് ലെറ്റർ ഡി ആണ്. ഓക്കെ, സ്മോൾ ഡി. അപ്പോൾ ഡയമീറ്റർ ഓഫ് ഫാസ്റ്റനർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് ബോൾട്ട് എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ബോൾട്ട് അറ്റ് ദ ഷാങ്ക് റീജിയൻ. ഇനി അടുത്ത ബോൾട്ട് ഹോൾ. എന്താണ് ബോൾട്ട് ഹോൾ ഡയമീറ്റർ? നമുക്കറിയാം ബോൾട്ട് ഹോൾ ഡയമീറ്റർ എന്ന് പറയുന്നത് പ്രധാനമായും നമ്മുടെ ബ്ലാക്ക് ബോൾട്ടുകളുടെ കേസ് ശ്രദ്ധിക്കുക. ബ്ലാക്ക് ബോൾട്ടിൽ ബോൾട്ട് ഹോളിന്റെ ഡയമീറ്റർ ബോൾട്ടിനെക്കാളും വലുതായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഷുഡ് ബി ദ ഡയമീറ്റർ ഓഫ് ബോൾട്ട് പ്ലസ് ക്ലിയറൻസ്. ഓക്കെ, ഡയമീറ്റർ ഓഫ് ബോൾട്ട് പ്ലസ് ക്ലിയറൻസ്, അതിനെയാണ് ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഹോൾ അല്ലെങ്കിൽ ബോൾട്ട് ഹോൾ ഡയമീറ്റർ എന്ന് പറയുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന നൊട്ടേഷൻ ഡി സഫിക്സ് ഒ. ബോൾട്ട് ഹോളിന്റെ ആണ് ഉദ്ദേശിച്ച് ഡി സഫിക്സ് ഒ, ഡി ഒ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇത് പേജ് നമ്പർ 73 ടേബിൾ 19 കൃത്യമായി ഈ ക്ലിയറൻസ് എങ്ങനെ കണ്ടുപിടിക്കണം, ബോൾട്ട് ഹോളിന്റെ ഡയമീറ്റർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് എഴുതിയിട്ടുണ്ട്. സോ ആ ടേബിളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക. ബോൾട്ട് ഡയമീറ്റർ അല്ലെങ്കിൽ ഷാങ്കിലെ ഡയമീറ്റർ ഡി ഒരു കോളത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു റേഞ്ച് ആണ് തന്നിരിക്കുന്നത്, 12 to 14, 16 to 22, 24, ലാർജർ ദാൻ 24. അങ്ങനെ ഓരോ റേഞ്ച് ഓഫ് ബോൾട്ട് ഡയമീറ്റേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലിയറൻസ് വാല്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ട് ക്ലിയറൻസ് വാല്യൂ, അത് ഓരോ ടൈപ്പ് ഓഫ് ഹോളിനും ഓരോ ക്ലിയറൻസ് ആണ്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ക്ലിയറൻസ് ഹോൾ ആണ് സാധാരണഗതിയിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ക്ലിയറൻസ് ഹോൾ എന്ന് വിളിക്കുന്ന ഹോൾ അല്ലെങ്കിൽ സ്ലോട്ടുകളാണ് ഓരോ പ്ലേറ്റിലും ഉണ്ടാക്കുന്നത് ഈ ബോൾട്ട് ഇൻസേർട്ട് ചെയ്യാൻ സൗകര്യത്തിന്. സോ സ്റ്റാൻഡേർഡ് ക്ലിയറൻസ് ഹോളാണ് നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. ചില പ്രത്യേക സാഹചര്യങ്ങൾ അനുസരിച്ച് മറ്റ് ടൈപ്പ് ഓഫ് ബോൾട്ട് ഹോളും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതിൽ പെട്ടതാണ് ഓവർ സൈസ്ഡ് ഹോൾസ്. അതുപോലെ തന്നെ ഷോർട്ട് സ്ലോട്ടും ലോങ് സ്ലോട്ടും ഒക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് ആവശ്യാനുസൃതമായി ഉണ്ടാക്കുന്ന ഹോളുകളാണ്. ഓക്കെ, സോ നമ്മളിവിടെ തൽക്കാലം ശ്രദ്ധിക്കേണ്ട സ്റ്റാൻഡേർഡ് ക്ലിയറൻസ് ഹോളുകളാണ്. സോ ഇതിൽ ഓരോ ഡയമീറ്റർ ഓഫ് ബോൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലിയറൻസ് വാല്യൂ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ M16 ബോൾട്ടുകളാണ് ഉപയോഗിക്കുന്നത് എന്ന് വെക്കുക. M16 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, 16 റെപ്രസെന്റ്സ് ദ ഡയമീറ്റർ ഓഫ് ബോൾട്ട്, അഥവാ D ഈസ് ഈക്വൽ ടു 16 mm ആണ് ഡയമീറ്റർ ഓഫ് ബോൾട്ട് അറ്റ് ദ ഷാങ്ക് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ 16 mm ഡയമീറ്റർ ഉള്ള ബോൾട്ടിന് ബോൾട്ട് ഹോൾ എത്ര ഡയമീറ്റർ വേണം പ്രൊവൈഡ് ചെയ്യേണ്ടത്? അതിനുവേണ്ടി ഈ ടേബിൾ നോക്കുക. 16 ആണെങ്കിൽ 16 to 22 ആണെങ്കിൽ ക്ലിയറൻസ് എന്ന് പറയുന്നത് 2 mm ആണ്. ഓക്കെ, 2 millimeter. അപ്പോൾ ബോൾട്ട് ഹോൾ ഡയമീറ്റർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ബോൾട്ട് ഹോൾ ഡയമീറ്റർ DO ഈസ് ഈക്വൽ ടു D പ്ലസ് ക്ലിയറൻസ്. സോ D നമുക്കറിയാം ഡയമീറ്റർ ഓഫ് ബോൾട്ട് ദാറ്റ് ഈസ് 16 millimeter പ്ലസ് ക്ലിയറൻസ് ഈസ് 2. So 16 plus 2 is equal to 18 millimeter ആയിരിക്കണം diameter of bolt hole. Okay. Now the next important terminology is pitch. Pitch എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ ഈ കാണുന്ന പോലെ ജോയിൻ ചെയ്യിക്കണമെങ്കിൽ നമുക്ക് ചില പ്രത്യേക സാഹചര്യത്തിൽ ഒരു സീരീസ് ഓഫ് ബോൾട്ട് ഹോളുകൾ ബോൾട്ടും പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. നമുക്ക് ഒരു ബോൾട്ടോ അല്ലെങ്കിൽ രണ്ട് ബോൾട്ടോ എന്നുള്ളത് നമുക്കറിയില്ല, എത്ര ബോൾട്ട് വേണം ഒരു കണക്ഷനും രണ്ട് പ്ലേറ്റ് തമ്മിൽ ജോയിൻ ചെയ്യാൻ കൊടുക്കേണ്ടതെന്ന് നമുക്കറിയില്ല, അത് ഡിസൈൻ ചെയ്ത് വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ബോൾട്ടുകൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പിച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ ഡിസ്റ്റൻസ്, ഇറ്റ് ഈസ് ദ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ adjacent rows of bolt measured in the direction of application of force. അതായത് നമ്മളിവിടെ ബോൾട്ട് ഹോളുകൾ ഇതുപോലുള്ള കുറേ സീരീസ് ഓഫ് ഹോൾസ് ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള ബോൾട്ട് ഹോളുകളുടെ സെൻറ്ററിൽ, ഒരു ഹോളിൻ്റെ സെൻറ്ററിൽ നിന്നും തൊട്ടടുത്ത നിയറസ്റ്റ് അല്ലെങ്കിൽ അഡ്ജസൻ്റ് ഹോളിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് പിച്ച് എന്ന് പറയുന്നത്. സോ വി റെപ്രസെന്റ് ഇറ്റ് ബൈ ദ ലെറ്റർ P. പിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ P. ഇതിൻ്റെ
കോഡൽ പ്രൊവിഷൻസ് പേജ് നമ്പർ 74-ൽ ക്ലോസ് 10.2.2-ലും 10.2.3-ലും പറയുന്നുണ്ട്. ഓക്കെ, അതും നമുക്ക് ബ്രീഫായി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടെ ഓർത്തിരിക്കുക, പിച്ച് ഈസ് ദ ഡിസ്റ്റൻസ് മെഷർഡ് ഫ്രം ദ സെൻറ്റർ ഓഫ് one bolt to the center of the adjacent bolt measured in the direction of application of force. ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്ന ഡയറക്ഷൻ്റെ അതേ ഡയറക്ഷനിൽ മെഷർ ചെയ്യുകയാണ്. ഓക്കെ, സോ പിച്ച് ഇവിടെ നോക്കുക, ഇതാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ. ഓക്കെ, അതേ ഡയറക്ഷനിലാണ് നമ്മൾ അഡ്ജസൻറ്റ് ബോൾട്ടിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് PM മെഷർ ചെയ്തിട്ടുള്ളത്. Okay, so that is known as pitch. Pitch is the distance measured from center of one bolt to the center of the adjacent bolt in the direction of application of force. So pitch എന്ന് പറഞ്ഞാൽ രണ്ട് അഡ്ജസൻറ്റ് ബോൾട്ട് ഹോളുകൾ അല്ലെങ്കിൽ ബോൾട്ടുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ മിനിമം ഡിസ്റ്റൻസ് എത്ര അകലത്തിൽ വേണം രണ്ട് ബോൾട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അതൊക്കെ നമുക്ക് ഈ പ്രൊവിഷൻസിൽ നിന്ന് നമുക്ക് കിട്ടും. സോ അക്കോർഡിംഗ് ടു ദിസ് പർട്ടിക്കുലർ ക്ലോസ്, ഇതൊന്നും കാണാതെ പഠിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ മനസ്സിലാക്കിയിരിക്കുക. According to this clause, the minimum pitch distance should be 2.5 into D, where D is the എന്താണ് നമ്മൾ പഠിച്ചു, it is the diameter of bolt at the shank region. അപ്പോൾ 2.5 D ആണ് മിനിമം പിച്ച്. ഫോർ എക്സാമ്പിൾ, നമുക്ക് M20 ബോൾട്ടുകളാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ D is equal to 20 mm. അപ്പോൾ M20 ബോൾട്ട് ഉപയോഗിക്കുന്ന സമയത്ത് മിനിമം രണ്ട് അഡ്ജസൻറ്റ് ബോൾട്ട് തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് എത്ര അകലത്തിൽ കൊടുക്കണം? 2.5 into 20, ദാറ്റ് ഈസ് 50 millimeter. അതായത് രണ്ട് ബോൾട്ട് തമ്മിൽ 50 millimeter സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിൽ ആ അകലത്തിൽ മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ 40 millimeter 30 millimeter ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, നൗ വാട്ട് ഈസ് എ മാക്സിമം പിച്ച്? സോ മിനിമം പിച്ചും കോഡ് പറയുന്നുണ്ട്, മാക്സിമം പിച്ചും പറയുന്നുണ്ട്. മാക്സിമം പിച്ച് ജനറലി ഇറ്റ് ഷുഡ് ബി 32T or 300 millimeter, whichever is less, where T is the thickness of thinner plate. Okay, so രണ്ട് പ്ലേറ്റ്സ് കണക്ട് ചെയ്യുന്നതിൽ ഏറ്റവും തിന്നർ പ്ലേറ്റ് ഏതാണോ അതിൻ്റെ തിക്നെസ് ആണ് ഇവിടെ T എന്ന് പറഞ്ഞ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, സോ മാക്സിമം പിച്ച്, പരമാവധി ഈ രണ്ട് ബോൾട്ടുകൾ തമ്മിൽ എത്ര അകലത്തിൽ അകറ്റി നിർത്തി കൊടുക്കാം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് 32T or 300 mm, whichever is less. ഇതിൽ രണ്ടിൽ ഏതാണോ ലെസ് അത് വേണം പ്രൊവൈഡ് ചെയ്യാൻ. ഇനി അതൊരു ടെൻഷൻ മെമ്പർ ആണെങ്കിൽ ഈ പ്രൊവിഷൻ വേണം ഫോളോ ചെയ്യാൻ, 16T or 200 mm. ഓൺ ദി അതർ ഹാൻഡ്, ഇഫ് ഇറ്റ് ഈസ് എ കംപ്രഷൻ മെമ്പർ, ഫോർ എക്സാമ്പിൾ കോളംസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെയൊക്കെ 12T or 200 mm, whichever is less, അത് വേണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. Now coming to the next terminology, that is gauge distance. ഇതെന്ന് പറയുന്നത് നമ്മൾ പിച്ച് പഠിച്ചല്ലോ, പിച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ്. അതായത് ഇപ്പോൾ ലോഡ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണെങ്കിൽ പിച്ച് എന്ന് പറയുന്നത് ഇതേ ഡയറക്ഷനിലുള്ള രണ്ട് അഡ്ജസൻറ്റ് ബോൾട്ട് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. പക്ഷേ ഗേജ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്. അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മെഷർ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ബോൾട്ട്. ഓക്കെ, നിയറസ്റ്റ് ബോൾട്ടുകൾ തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് തന്നെയാണ്, ബട്ട് മെഷേർഡ് ഇൻ ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. സോ ഗേജ് ഡിസ്റ്റൻസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ G. ഇതും പേജ് നമ്പർ 74-ൽ ക്ലോസ് 10.2.3-ൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് മാക്സിമം ഗേജ് ഡിസ്റ്റൻസ് എത്ര വേണം പ്രൊവൈഡ് ചെയ്യാൻ? ദാറ്റ് ഈസ് 4T or 100 mm, 4T plus 100 mm or 200 mm, whichever is less. Okay, so ഇതാണ് ഗേജ് ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. Now coming to the next important terminologies, end distance and edge distance. Okay, end distance ഉം edge distance ഉം ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ടറാണ്. എൻഡ് ഡിസ്റ്റൻസും എഡ്ജ് ഡിസ്റ്റൻസും നമ്മൾ ഒരേ നൊട്ടേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. E, ആൽഫബറ്റിക്കൽ സ്മോൾ ലെറ്റർ E ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രൊവിഷൻസ് പേജ് നമ്പർ 74 ക്ലോസ് 10.2.4-ൽ തന്നെയാണ് രണ്ടിനും എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഈ പേജൊക്കെ എടുത്ത് നോക്കണം, കൃത്യമായി അത് എവിടെയാണ് അത് കിടക്കുന്നത് നോക്കുക. ഇത് അത്യാവശ്യം ഓർത്തിരിക്കുകയുമാണ് ഈ പ്രൊവിഷൻസ് എല്ലാം. ഓക്കെ, സോ ഇത് രണ്ടിനും ഒരേ നൊട്ടേഷൻ ആണെങ്കിൽ വൈ ഡു വി ഹാവ് എ ഡിഫറെൻറ്റ് ഡെഫിനിഷൻ ഫോർ എൻഡ് ഡിസ്റ്റൻസ് ആൻഡ് എഡ്ജ് ഡിസ്റ്റൻസ്? അങ്ങനെ രണ്ട് ടേംസ് വെച്ച് നമ്മൾ എന്തുകൊണ്ട് അതിനെ വിളിക്കുന്നു? അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നോക്കുക, എന്താണ് എൻഡ് ഡിസ്റ്റൻസ്, എന്താണ് എഡ്ജ് ഡിസ്റ്റൻസ്? ഓക്കെ, എൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. ഓക്കെ, അതിലെ പ്ലേറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തു, നമ്മൾ ഇതുപോലെ ഒരു സെറ്റ് ഓഫ് ബോൾട്ട് അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അതിലെ ഏറ്റവും അറ്റത്തെ ബോൾട്ട് ഒരെണ്ണം എടുക്കുക. ഓക്കെ, ഏറ്റവും എഡ്ജിലെ ഏറ്റവും അറ്റത്തെ
ഒരു ബോൾട്ടിന് എടുക്കുക. അതും നിയറസ്റ്റ് എഡ്ജ് ഓഫ് പ്ലേറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് എൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷെ എങ്ങനെയാണ് ഈ മെഷർമെന്റ് ചെയ്തത്? ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിലെ എൻഡിലേക്കാണ് മെഷർ ചെയ്തത്. ഓക്കെ, ഏറ്റവും അറ്റത്തെ ബോൾട്ട് ഹോളിന്റെ സെന്ററിൽ നിന്നും നിയറസ്റ്റ് എഡ്ജിലേക്കാണ് മെഷർ ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് ഇവിടെയും എഡ്ജ് ഉണ്ട്, നമുക്ക് ഈ താഴെയും ഇവിടെയും എഡ്ജ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഏത് എഡ്ജാണ് ചൂസ് ചെയ്തത്? ഈ എഡ്ജാണ് ചൂസ് ചെയ്തത്. ബിക്കോസ് വി ആർ മെഷറിംഗ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ഹെൻസ് that distance is known as end distance. ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ എഡ്ജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുകയാണെങ്കിൽ we call it end distance, and if it is measured in the direction perpendicular to the direction of application of force, okay, ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് നമ്മൾ മെഷർ ചെയ്തിരുന്നെങ്കിൽ we call it edge distance. Okay, but both the terms have the same set of provisions. IS കോഡൽ പ്രൊവിഷൻ രണ്ടിനും ഒന്ന് തന്നെയാണ്. ഓക്കെ, രണ്ടിനുള്ള നൊട്ടേഷനും സെയിം തന്നെയാണ്, കോഡൽ പ്രൊവിഷനും സെയിം തന്നെയാണ്. സോ IS കോഡിൽ എന്താണ് പറയുന്നത്? എൻഡ് ഡിസ്റ്റൻസ് ആൻഡ് എഡ്ജ് ഡിസ്റ്റൻസ് മിനിമം എത്ര കൊടുക്കണം? ഹാൻഡ് ഫ്ലെയിം കട്ട് ഹോൾസിനാണെങ്കിൽ 1.7 DO, 1.7 ടൈംസ് DO എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഹോൾ. ഓക്കെ, ആൻഡ് മെഷീൻ ഫ്ലെയിം കട്ട് ചെയ്ത ഹോൾ ആണെങ്കിൽ, ഇപ്പം നമുക്കറിയാം ഈ ഹോൾസിനെ രണ്ട് രീതിയിൽ കട്ട് ചെയ്യാം, ഹാൻഡ് കട്ടും ചെയ്യാം, മെഷീൻ കട്ടും ചെയ്യാം. അപ്പോൾ മെഷീൻ കട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് the minimum edge distance or minimum end distance must be 1.5 DO. Okay, and what is a maximum edge distance or end distance? അതും IS കോഡ് പറയുന്നുണ്ട്. It is equal to 12 into epsilon t, where epsilon is equal to square root of 250 by Fy. ഓക്കെ, 12 into epsilon t. T എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്, thickness of the thinner plate. ഇവിടെ Fy എന്ന് പറയുന്ന yield stress of the plate, പ്ലേറ്റിന്റെ yield stress അല്ലെങ്കിൽ yield strength ആണ് Fy എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് പ്രധാനപ്പെട്ട ടെർമിനോളജീസ്. നമുക്ക് പിച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, ഓക്കെ, ഡയറക്ഷൻ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹോൾസ്, ഓക്കെ, measured in the direction of application of force, and there is gauge distance, again center to center distance between bolts, measured in the direction perpendicular to that of the force. ഇനി end distance ഉം edge distance ഉം നമ്മൾ ഇതുപോലെ തന്നെ ഡിഫൈൻ ചെയ്തു. Okay, now and finally we must know the partial safety factor for bolts. ഇവിടെ നോക്കുക, ബോൾട്ടിന്റെ partial safety factor നമ്മൾ ഓൾറെഡി പറഞ്ഞു, connections have to be given extra care. കണക്ഷൻസിന് എപ്പോഴും എക്സ്ട്രാ കെയർ കൊടുത്തേ പറ്റൂ. കാരണം എന്താണ്? കണക്ഷൻസ് ആർ ദ വീക്കസ്റ്റ് പോയിന്റ്സ് ഇൻ എ സ്ട്രക്ചർ. അപ്പോൾ എക്സ്ട്രാ കെയർ എങ്ങനെ കൊടുക്കണം? അതിനുള്ള പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ, അതിനുള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റി പ്രോപ്പറായി നമ്മൾ കൊടുക്കേണ്ടതാണ്. ഓക്കെ, സോ അതെങ്ങനെ കൊടുക്കണം? അത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? IS കോഡിൽ പേജ് നമ്പർ 30 എടുക്കുക. അവിടെ ടേബിൾ 5-ൽ കൃത്യമായി ഓരോ ബോൾട്ടിനും ഓരോ ടൈപ്പ് ഓഫ് കണക്ഷൻസിനും എന്തൊക്കെ വേണം കൊടുക്കേണ്ടത് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഓക്കെ, സോ അതിവിടെ നോക്കുക. ഇവിടെ ഈ ടേബിളിൽ ബോൾട്ട് അത് ഫ്രിക്ഷൻ ടൈപ്പും ഉണ്ട്, ബോൾട്ട് ബെയറിംഗ് ടൈപ്പും ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബോൾട്ട് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് ബോൾട്ടാണ്? ബ്ലാക്ക് ബോൾട്ടുകളാണ്. It is a bearing type connection. It is a slipping connection or bearing type connection ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന B സീരിയൽ നമ്പർ 4-ലെ B എന്നുള്ള സെക്ഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. ബോൾട്ട് ബെയറിംഗ് ടൈപ്പ് ബോൾട്ടുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, represented by letter gamma MB. So gamma MB represents the partial safety factor for black bolt. അത് എത്രയാണ് വാല്യൂ? It is equal to 1.25. അത് ഷോപ്പ് ആണെങ്കിലും ഫീൽഡിലാണെങ്കിലും 1.25 സെയിം വാല്യൂ തന്നെയാണ്. സോ ദ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ ബോൾട്ട് ഈസ് 1.25. ഓക്കെ, ഇത് പറയുമ്പോൾ നമ്മൾ മറ്റ് വസ്തുതകളും കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി പോകണം. കാരണം ഈ ടേബിളിൽ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ നമുക്ക് ഇനിയും ഉപയോഗിക്കേണ്ടി വരും. സോ അതുകൊണ്ട് ഇപ്പോൾ ബോൾട്ടിൻ്റെ കേസ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഗാമ MB ആണ്, ദാറ്റ് ഈസ് 1.25. അത് നമ്മൾ പഠിച്ചു. ഇനി റിവറ്റ് ആയിരുന്നെങ്കിൽ ഗാമ MR, ദാറ്റ് ഈസ് ഓൾസോ 1.25. വെൽഡ് ആണെങ്കിൽ ശ്രദ്ധിക്കുക, വെൽഡിൽ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എന്ന് പറയുന്ന ഗാമ MW എന്ന് പറഞ്ഞാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഷോപ്പ് ആണെങ്കിൽ 1.25 ആൻഡ് ഫീൽഡിലാണ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ 1.5. എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് വാല്യൂസ് കിടക്കുന്നത്?
ഷോപ്പിലാണെങ്കിൽ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി, ഫീൽഡിലാണെങ്കിൽ മറ്റൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി. നമുക്കറിയാം ഷോപ്പ് ഫാബ്രിക്കേഷൻ എന്ന് പറയുമ്പോൾ വളരെ കൃത്യതയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ എക്യുപ്മെൻസും ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതുകൊണ്ട് അവിടെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കുറച്ച് കൊടുത്താൽ മതി. നമുക്ക് അത്രത്തോളം കെയർ അവിടെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കുറവ് മതി. ഓക്കെ, നേരെ മറിച്ച് ഫീൽഡിലാണെങ്കിൽ അത്രത്തോളം ശ്രദ്ധയോടുകൂടി ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. സോ ക്വാളിറ്റി കൺട്രോൾ കനോട്ട് ബി എൻഷുർഡ് ആസ് മച്ച് യു ഡു ഇൻ ഷോപ്പ്. സോ partial safety factor, a greater partial safety factor is adopted here, that is 1.5. okay, ഇത്രയും വലിയ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വേറെ ഒരു കണക്ഷനും നമ്മൾ ചൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഫൈൻ. ഇനി അടുത്തത് ഡിസൈൻ. എങ്ങനെ ബോൾട്ടിനെ ഡിസൈൻ ചെയ്യണം, ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ശ്രദ്ധിച്ച് ഇരിക്കേണ്ടതാണ്, നമ്മൾ കോഡൽ പ്രൊവിഷൻസ് വെച്ചിട്ടാണ് ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. സോ ഹൗ ഡു യു ഡിസൈൻ ദ ബ്ലാക്ക് ബോൾട്ട്? ബ്ലാക്ക് ബോൾട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാം? ബ്ലാക്ക് ബോൾട്ടിനെ ഡിസൈൻ ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് ബോൾട്ട് ഉദ്ദേശിക്കുന്ന സ്ട്രെങ്ത് അത് ഓഫർ ചെയ്യണം. അതിന് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചാൽ മാത്രമേ അതിന് ഡിസൈനിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ the first thing that we are going to do is how to determine the design strength of black bolt. ബ്ലാക്ക് ബോൾട്ടിന്റെ സ്ട്രെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ബോൾട്ട് തരികയാണെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? സോ അത് കണ്ടുപിടിക്കാൻ നമുക്ക് 3 രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. There are 3 ways of determining the strength of black bolt. First is the shear capacity of bolt, second is the bearing capacity of bolt, and third is the tension capacity of bolt. നമ്മൾ ഓൾറെഡി ഫെയിലിയർ മോഡ്സ് പഠിച്ചപ്പോൾ പറഞ്ഞു ബോൾട്ടിന് 3 തരത്തിൽ ഫെയിൽ ചെയ്യാം: ഷിയർ ഫെയിലിയർ, ബെയറിംഗ് ഫെയിലിയർ ആൻഡ് ടെൻഷൻ ഫെയിലിയർ. അപ്പോൾ 3 തരത്തിലും ഫെയിൽ ചെയ്യാൻ സാധ്യതയുള്ള ഈ ബോൾട്ട് 3 തരത്തിലും സേഫ് ആയിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3 രീതിയിലും ഫെയിൽ ചെയ്യാനുള്ള അതിൻ്റെ കപ്പാസിറ്റി, 3 രീതിയിലുള്ള ഫോഴ്സിനെയും റെസിസ്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിച്ചിട്ട് അതിലെ ഏറ്റവും കുറഞ്ഞ വാല്യൂ എന്താണോ ആ രീതിയിലായിരിക്കും അത് ഫെയിൽ ആകാൻ സാധ്യത കൂടുതൽ. ഓക്കെ, ഏറ്റവും ലീസ്റ്റ്, ഓക്കെ, അതിലെ ഏറ്റവും ലീസ്റ്റ് വാല്യൂ ഏതിനാണ് ആ രീതിയിലായിരിക്കും അത് ഫെയിൽ ചെയ്യാൻ സാധ്യത. ഇപ്പോൾ ഷിയർ കപ്പാസിറ്റി, ഫോർ എക്സാമ്പിൾ ഒരു ബോൾട്ടിനെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഷിയർ കപ്പാസിറ്റി 20 കിലോ ന്യൂട്ടൺ ആണെന്ന് വയ്ക്കുക. അപ്പോൾ 20 കിലോ ന്യൂട്ടൺ എത്തുമ്പോൾ ആ ബോൾട്ട് ഷിയർ ഫെയിലിയർ സംഭവിക്കും. ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 25 കിലോ ന്യൂട്ടൺ ആണെന്ന് വയ്ക്കുക. അതിനർത്ഥം ആ ബോൾട്ടിന് 25 കിലോ ന്യൂട്ടൺ എത്തുമ്പോൾ ആ ബോൾട്ടിൽ ബെയറിംഗ് ഫെയിലിയർ ഉണ്ടാകും. ഓക്കെ, ഇനി തേർഡ് വൺ ഈസ് ടെൻഷൻ കപ്പാസിറ്റി. ആ ബോൾട്ടിൻ്റെ ടെൻഷൻ കപ്പാസിറ്റി നമ്മൾ കണ്ടുപിടിക്കുകയാണ്. വി ഹാവ് ഫൗണ്ട് ഇറ്റ് ഔട്ട് ടു ബി 50 കിലോ ന്യൂട്ടൺ. ഓക്കെ, 50 കിലോ ന്യൂട്ടൺ ആണെന്ന് വയ്ക്കുക. അപ്പോൾ ഈ ബോൾട്ടിൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് ഒരാൾ ചോദിച്ചാൽ നമ്മൾ എത്ര പറയും? ഇറ്റ് ഈസ് 20 കിലോ ന്യൂട്ടൺ. കാരണം നമ്മൾ ലോഡ് ഗ്രാജുവലി ഇൻക്രീസിങ് ലോഡുകളാണ്. 0-യിൽ നിന്നാണ് ലോഡ് ഇൻക്രീസ് ചെയ്ത് തുടങ്ങുന്നത്. 0 കിലോ ന്യൂട്ടൺ, 1 കിലോ ന്യൂട്ടൺ, 2 കിലോ ന്യൂട്ടൺ, അങ്ങനെ പറഞ്ഞ് നമ്മൾ 20 കിലോ ന്യൂട്ടൺ എത്തിക്കഴിയുമ്പോൾ തന്നെ ബോൾട്ടിൽ ഷിയർ ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞിരിക്കും. ഓക്കെ, ഷിയർ ഫെയിലിയർ ഓൾറെഡി നടന്ന ഒരു ബോൾട്ടിൽ മറ്റ് ഫർദർ ഫെയിലിയേഴ്സ് നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതുകൊണ്ട് ഈ 3 വാല്യൂസും നമ്മൾ കണ്ടുപിടിക്കുകയും അതിലെ ഏറ്റവും ലീസ്റ്റ് വാല്യൂ ഏതാണോ അതിനെയാണ് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ബ്ലാക്ക് ബോൾട്ട് അല്ലെങ്കിൽ ബോൾട്ട് വാല്യൂ എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ബോൾട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബോൾട്ടിന്റെ സ്ട്രെങ്ത് എത്രയെന്ന് ചോദിച്ചാൽ അതാണ് ബോൾട്ട് വാല്യൂ, ദ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ബ്ലാക്ക് ബോൾട്ട്. that is the least of shear capacity, bearing capacity and tension capacity. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ഉദ്ദേശം ഷിയർ കപ്പാസിറ്റിയും ബെയറിംഗ് കപ്പാസിറ്റി, ടെൻഷൻ കപ്പാസിറ്റി എവിടെ നിന്ന് കിട്ടും? അത് IS കോഡിൽ കൃത്യമായി പറയുന്നുണ്ട്. സോ ആദ്യം ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ട് കണ്ടുപിടിക്കാം. ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾ പേജ് നമ്പർ 75-ൽ ക്ലോസ് 10.3.3 എടുക്കുക. ഓക്കെ, അതിൽ എങ്ങനെയാണ് ഒരു ബോൾട്ടിന്റെ ഷിയർ കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. സോ ദ ഡിസൈൻ ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ട് ഈസ് ഈക്വൽ ടു, അതിനെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? VDSB is equal to VNSB divided by gamma MB. Okay, VNSB divided by gamma MB.
VNSB എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഡിസൈൻ ഷിയർ കപ്പാസിറ്റി VDSB ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു VNSB, അത് നമുക്കറിയില്ല, ഡിവൈഡഡ് ബൈ ഗാമ എം ബി. ഗാമ എം ബി നമുക്കറിയാം. എന്താണ് ഗാമ എം ബി? പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ ബോൾട്ട്. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു. ഗാമ എം ബി എന്ന് പറയുന്ന ബോൾട്ടിന്റെ സേഫ്റ്റി ഫാക്ടർ ആണ്. ദാറ്റ് ഈസ് 1.25. ഓക്കെ, ഗാമ എം ബി നമുക്ക് കിട്ടി. ഇനി അടുത്ത VNSB എവിടെ നിന്ന് കിട്ടും? അതും IS കോഡ് പറയുന്നുണ്ട്. VNSB is equal to FU divided by √3 into NNANB plus NSASB. അപ്പോൾ ഈ ഇക്വേഷനും നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ VNSBയും കൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ നിസ്സാരമായി നമുക്ക് ഷിയർ കപ്പാസിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, അതിനുവേണ്ടി ഈ ഇക്വേഷനിലെ ടേംസ് എന്തൊക്കെയാണെന്ന് അറിയണം. വാട്ട് ഈസ് FU? FU എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട്. ഇതെവിടെ നിന്ന് കിട്ടും? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ബോൾട്ടിന് ഒരു പ്രോപ്പർട്ടി ക്ലാസ് കാണും, അല്ലെങ്കിൽ ഒരു ഗ്രേഡ് കാണും. ഫോർ എക്സാമ്പിൾ, ഒരു ബോൾട്ട് എന്ന് പറയുന്നത് 4.6 ഗ്രേഡിൽപ്പെട്ട ബോൾട്ട് ആയിരിക്കാം. 4.6 ഗ്രേഡിൽ 4 എന്ന് പറയുന്നത് 400 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ 400 എന്ന് പറയുന്നതും അതിൻ്റെ ബോൾട്ടിന്റെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഇനിഷ്യൽ പോർഷനിൽ. ഓക്കെ, so FU represents that ultimate tensile strength of bolt. 400 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആയിരിക്കും 4.6 ഗ്രേഡ് ബോൾട്ടിന്റെ FU. ഓക്കെ, നൗ FU ഡിവൈഡ് ബൈ √3 കഴിഞ്ഞിട്ട് അടുത്ത ടേംസ് ഏതൊക്കെയാണ്? NN എന്ന് പറഞ്ഞാൽ NN ഉണ്ട്, NS ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. NN എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഷിയർ പ്ലെയിൻസ് വിത്ത് ത്രെഡ്സ് ഇന്റർസെപ്റ്റിംഗ് ദ ഷിയർ പ്ലെയിൻ. NS എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷിയർ പ്ലെയിൻസ് വിത്തൗട്ട് ത്രെഡ്സ് ഇന്റർസെപ്റ്റിംഗ് ദ ഷിയർ പ്ലെയിൻ. എന്താണ് NNും NSും? N എന്ന് പറയുന്നത് ത്രെഡിലൂടെ കടന്നു പോകുന്ന ഷിയർ ഫെയിലിയർ പ്ലെയിൻസ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഈ രണ്ട് ഫിഗേഴ്സ് നോക്കുക. നമുക്ക് രണ്ട് പ്ലേറ്റ്സിനെയാണ് ഈ ബോൾട്ട് യോജിപ്പിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ രണ്ട് പ്ലേറ്റ്സും ലോഡ് ചെയ്യുമ്പോൾ ഇരുവശത്തേക്ക് പോകും, അത് നമുക്കറിയാം. അപ്പോൾ ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്നത് ഈ രണ്ട് പ്ലേറ്റ്സിനും ഇടയ്ക്കാണ് ഫെയിലിയർ പ്ലെയിൻ സംഭവിക്കുന്നത്. ഓക്കെ, ഫെയിലിയർ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്ലേറ്റ്സിൻ്റെയും ഇടയ്ക്കാണ്. ഈ ഫെയിലിയർ പ്ലെയിൻ കടന്നു പോകുന്നത് ബോൾട്ടിൻ്റെ ഷാങ്കിലാണോ അതോ ത്രെഡിലാണോ? ഈ ഫിഗർ അനുസരിച്ച് ദ ഫെയിലിയർ പ്ലെയിൻ ഈസ് പാസിംഗ് ത്രൂ ദ ഷാങ്ക് റീജിയൻ. ഓക്കെ, ഫെയിലിയർ പ്ലെയിൻ ഈസ് പാസിംഗ് ത്രൂ ദ ഷാങ്ക് റീജിയൻ. അതുകൊണ്ട് NS എന്ന് പറയുന്നത് ഈ 1 എന്ന് പറഞ്ഞ് എഴുതുക. 1 എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫെയിലിയർ പ്ലെയിനേ ഉള്ളൂ. ഷാങ്കിലൂടെ കടന്നു പോകുന്ന എത്ര ഫെയിലിയർ പ്ലെയിൻ എന്നാണ് NS എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദർ ഈസ് ഓൺലി 1 ഫെയിലിയർ പ്ലെയിൻ പാസിംഗ് ത്രൂ ദിസ്. അതുകൊണ്ട് NS ഈസ് ഈക്വൽ ടു 1. ആൻഡ് വാട്ട് ഈസ് NN? നമ്പർ ഓഫ് ഫെയിലിയർ പ്ലെയിൻസ് പാസിംഗ് ത്രൂ ത്രെഡ് റീജിയൻ. ത്രെഡ് റീജിയനിലൂടെ കടന്നു പോകുന്നുണ്ടോ? ത്രെഡ് റീജിയനിൽ ഫെയിലിയർ പ്ലെയിൻസ് ഇല്ല. ഓക്കെ, so NN is equal to 0. So അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. NN represents the number of shear failure planes passing through thread region and NS represents the number of shear failure planes passing through the shank region. ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ഈ ഫിഗർ നോക്കുക. ഇവിടെ ഫെയിലിയർ പ്ലെയിൻ കടന്നു പോകുന്നത് ത്രെഡിലൂടെയാണ് കടന്നു പോകുന്നത്. സോ NN is equal to 1. There is only one failure plane, so that is NN is equal to 1. ഷാങ്കിലൂടെ നോക്കുക. ഷാങ്കിലൂടെ ഫെയിലിയർ പ്ലെയിൻസേ കടന്നു പോകുന്നില്ല, ഒന്നുമില്ല. അതുകൊണ്ട് NS is equal to 0. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ യു മസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂസ്. നമ്പർ ഓഫ് ഫെയിലിയർ പ്ലെയിൻസ് ആണ് അവിടെ എഴുതേണ്ടത്. ഇനി അടുത്തത് ANBയും ഉണ്ട്, ASBയും ഉണ്ട്. എന്താണ് ASB? ASB എന്ന് പറഞ്ഞാൽ ASB S എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ഷാങ്കിനെയാണ്, N എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ത്രെഡിനെയാണ്. അത് തന്നെയാണ് നമ്മൾ നേരത്തെ NNും NSലും ഉപയോഗിച്ചത്. എസ് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത് ഷാങ്കിനെയാണ്. അപ്പോൾ ഷാങ്ക് റീജിയനിലെ ക്രോസ് സെക്ഷണൽ ഏരിയ, ബോൾട്ടിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ അറ്റ് ദ ഷാങ്ക് റീജിയൻ. ഇനി അടുത്ത ANB എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ അറ്റ് ദ ത്രെഡ് റീജിയൻ. ത്രെഡ് റീജിയനിൽ ക്രോസ് സെക്ഷണൽ ഏരിയ എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ത്രെഡ് റീജിയന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി 78% ഓഫ് ക്രോസ് സെക്ഷൻ ഏരിയ ദ ഷാങ്ക് റീജിയൻ. ഓക്കെ, സോ ഷാങ്ക് റീജിയനിലെ ക്രോസ് സെക്ഷൻ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം, കാരണം ഡയമീറ്റർ ഓഫ് ബോൾട്ട് അറിയാം. ഷാങ്ക് റീജിയനിലെ ക്രോസ് സെക്ഷൻ ഏരിയ കണ്ടുപിടിക്കാം. ദാറ്റ് ഇൻറ്റു 0.78 വിൽ ഗിവ് യു ദ ക്രോസ് സെക്ഷൻ ഏരിയ അറ്റ് ദ ത്രെഡ് റീജിയൻ. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
അങ്ങനെ ഫൈനലി വി ഡി എസ് ബി ഇസ് ഈക്വൽ വി എൻ എസ് ബി ബൈ ഗാമ എൻ ബിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് ദ ഡിസൈൻ ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ട്. ഓക്കെ, ദാറ്റ് ഈസ് വി ഡി എസ് ബി. മനസ്സിലായല്ലോ? സോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ IS 800 2007 in page number 75. Okay, that is design shear capacity of bolt. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് അടുത്ത ഷിയർ കപ്പാസിറ്റി, അടുത്ത കപ്പാസിറ്റി എന്ന് പറയുന്നത് ബെയറിംഗ് കപ്പാസിറ്റിയാണ്, അതിലേക്ക് കിടക്കാം. സോ ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് പോകാം. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇക്വേഷൻ ഇത് വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഉപയോഗിക്കേണ്ട ഒരു ഇക്വേഷനാണ്. കാരണം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് പ്ലേറ്റിൽ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ബോൾട്ടുകൾ അടുത്തടുത്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം, ഫോർ എക്സാമ്പിൾ വി കോൾ സച്ച് എ സിറ്റുവേഷൻ ആസ് ലോങ് ജോയിന്റ്. ഓക്കെ, ലോങ് ജോയിന്റ് എന്ന് പറഞ്ഞൊരു കേസായിട്ടാണ് നമ്മൾ അതിനെ പറയുന്നത്. അല്ലെങ്കിൽ ഗ്രിപ്പ് ലെങ്ത് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ കുറേ പ്ലേറ്റ്സിനെ ഒരു ബോൾട്ട് ഉപയോഗിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, സോ ഇവിടെ കുറേ പ്ലേറ്റ്സ്, ആ പ്ലേറ്റിൻ്റെ എല്ലാ തിക്നെസ്സിനെയും എടുക്കുമ്പോഴാണ് അതിനെ ഗ്രിപ്പ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. അതുപോലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പാക്കിംഗ് പ്ലേറ്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ, അങ്ങനെ ഈ 3 കേസുകൾ വരുമ്പോൾ, ഒന്നെന്ന് പറയുന്ന ലോങ് ജോയിന്റ്, രണ്ടാമത്തത് ലാർജർ ഗ്രിപ്പ് ലെങ്ത്, മൂന്നാമത്തെ പാക്കിംഗ് പ്ലേറ്റ്സ്, ഈ 3 സിറ്റുവേഷൻ വരികയാണെങ്കിൽ യു ഹാവ് ടു യൂസ് എ റെഡ്യൂസിങ് ഫാക്ടർ ഫോർ ദീസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ്റെ കൂടെ ഒരു റെഡ്യൂസിങ് ഫാക്ടർ കൂടെ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താലേ കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. ഓക്കെ, ആൻഡ് ഹൗ ഡു യു ഫൈൻഡ് ദ റെഡ്യൂസിങ് ഫാക്ടർ? അതും ഈ പേജിൽ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് IS കോഡിൽ. അത് നോക്കുക, ഈ പ്രൊവിഷനിൽ കൃത്യമായി പറയുന്നുണ്ട്. ലോങ് ജോയിന്റ് എന്ന് പറയുന്നത്, എന്തിനാണ് ലോങ് ജോയിന്റ് എന്ന് പറയുന്നത്? ഫസ്റ്റ് ബോൾട്ടും ലാസ്റ്റ് ബോൾട്ടും ഒരു റോ ഓഫ് ബോൾട്ട് എടുക്കുകയാണെങ്കിൽ അതിലെ ആദ്യത്തതും അവസാനത്തതുമായ ബോൾട്ടുകളുടെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇഫ് ഇറ്റ് എക്സീഡ്സ് 15 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ബോൾട്ട്, 15 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ബോൾട്ടിനെ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ വി കോൾ സച്ച് എ ജോയിന്റ് as ലോങ് ജോയിന്റ്. ലോങ് ജോയിന്റ് വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ റിഡക്ഷൻ ഫാക്ടർ ഉപയോഗിക്കണം. റിഡക്ഷൻ ഫാക്ടറാണ് ബീറ്റ LJ is equal to 1.075 minus LJ divided by 200D. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന റിഡക്ഷൻ ഫാക്ടറിനെ എന്ത് ചെയ്യണം? യു മസ്റ്റ് മൾട്ടിപ്ലൈ ഹിയർ. ഇവിടെ ആ റിഡക്ഷൻ ഫാക്ടർ കൂടെ ഇട്ട് VNSBയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, എങ്കിലേ കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ ഈ റിഡക്ഷൻ ഫാക്ടർ ലോങ് ജോയിന്റിന്റെ കേസിൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത ലാർജർ ഗ്രിപ്പ് ലെങ്ത്. ലാർജർ ഗ്രിപ്പ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഫിഗർ നോക്ക്, ഇവിടെ 3 പ്ലേറ്റുകളാണ് ഈ ഒരു ബോൾട്ട് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബോൾട്ടിന്റെ അല്ലെങ്കിൽ ഈ പ്ലേറ്റിന്റെ ഗ്രിപ്പ് ലെങ്ത് എന്ന് പറയുന്നത് സം ഓഫ് തിക്നെസ് ഓഫ് ഓൾ ദ പ്ലേറ്റ്സ്. ഈ പ്ലേറ്റിന്റെ എല്ലാ തിക്നെസ്സും, കാരണം ഫസ്റ്റ് പ്ലേറ്റ്, സെക്കൻഡ് പ്ലേറ്റ്, തേർഡ് പ്ലേറ്റ്, ഈ 3 പ്ലേറ്റിന്റെയും തിക്നെസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രിപ്പ് ലെങ്ത് കിട്ടും. ഓക്കെ, ഈ ഗ്രിപ്പ് ലെങ്ത് എന്ന് പറയുന്നത് ലാർജ് ആണെന്ന് പറയണമെങ്കിൽ അക്കോർഡിംഗ് ടു IS കോഡ്, if the grip length, if the sum of thickness of all the connected plates is greater than 5 times the diameter of bolt diameterന്റെ 5 ടൈംസിനെക്കാളും കൂടുതലാണ് ഈ ഗ്രിപ്പ് ലെങ്ത് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ we say that it is a large grip length. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതിനുള്ള റിഡക്ഷൻ ഫാക്ടറും കണ്ടുപിടിക്കണം. ബീറ്റ LG is equal to 8D divided by 3D plus LG, where LG is the grip length. ആ ഗ്രിപ്പ് ലെങ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. D is the diameter of bolt. നിങ്ങൾക്ക് ബീറ്റ LG കിട്ടും. ബീറ്റ LG കൊണ്ട് VNSB മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ദി വേ യു ഹാവ് ടു കമ്പ്യൂട്ട് ദ റിഡക്ഷൻ ഫാക്ടർ ഫോർ the case of larger grip lengths. ഇനി അടുത്ത പാക്കിംഗ് പ്ലേറ്റ്സ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ നോക്കുക, നമുക്കിവിടെ കണക്ട് ചെയ്യേണ്ടത് ബഡ് ജോയിന്റ് ഉപയോഗിച്ചാണ് നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വൺ പ്ലേറ്റ് ഈസ് 18 mm, ദി അതർ പ്ലേറ്റ് ഈസ് വെരി സ്മോൾ. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഏകദേശം 8 mm ഉള്ളൂ. ഓക്കെ, ദിസ് പ്ലേറ്റ് ഈസ് 8 mm. ഒരു 8 mm പ്ലേറ്റിനെ 18 mm പ്ലേറ്റും തമ്മിൽ കണക്ട് ചെയ്യാൻ നമുക്ക് ഇതിനിടയ്ക്ക് ഒരു പാക്കിംഗ് പ്ലേറ്റും കൂടെ അഡീഷണൽ പ്രൊവൈഡ് ചെയ്യണം. ആ പാക്കിംഗ് പ്ലേറ്റിന്റെ തിക്നെസ് എത്രയാണ്? ഇത് 8 mm ആണ്, ഇത് 18 mm ആണെങ്കിൽ പാക്കിംഗ് പ്ലേറ്റ് മസ്റ്റ് ബി 10 mm. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് കണക്റ്റിംഗ് പ്ലേറ്റ്സും കൂടെ രണ്ട് ഇരുവശത്ത് വെച്ചിട്ട് നമുക്ക് ബോൾട്ട് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പാക്കിംഗ് പ്ലേറ്റിന്റെ തിക്നെസ് 6 മില്ലിമീറ്ററിനേക്കാളും കൂടുതലാണെങ്കിൽ, നമ്മളിപ്പോൾ പറഞ്ഞ കേസിൽ പാക്കിംഗ് പ്ലേറ്റിന്റെ തിക്നെസ് 10 mm ആണ് എന്ന് പറഞ്ഞാൽ 6-നേക്കാളും കൂടുതലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ റിഡക്ഷൻ ഫാക്ടർ ഉപയോഗിക്കണം. ദാറ്റ് ഈസ് ബീറ്റ പി കെ ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.0125 TPK, where TPK is the thickness of the packing plate in millimeters. അങ്ങനെ ബീറ്റ പി കെയും കിട്ടും. അതിനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ഈ 3 സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഡിസൈൻ ഷിയർ കപ്പാസിറ്റി കണ്ടുപിടിച്ച ആൻസറിന്റെ കൂടെ യു ഹാവ് ടു യൂസ് എ സ്യൂട്ടബിൾ റിഡക്ഷൻ ഫാക്ടർ. ഓക്കെ, ആ റിഡക്ഷൻ ഫാക്ടറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. ഓക്കെ, ഇനി how do you find the bearing capacity of bolt? That is VDPB, design bearing capacity of bolt. അത് പേജ് നമ്പർ 75-ൽ ക്ലോസ് 10.3.4-ലും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇവിടെ നോക്കുക. VDPB is equal to VNPB by gamma MB. Gamma MB 1.25 ആണെന്ന് നമുക്കറിയാം. ഇനി അടുത്ത VNPB കണ്ടുപിടിക്കണം. VNPB IS കോഡിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 2.5 K suffix B into D into T into FU. ഓക്കെ, ഇതിനകത്ത് എന്താണ് KB? KB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്മോളർ ഓഫ് E/3DO P/3DO minus 0.25 FUB/FU and 1. അപ്പോൾ ഈ 4 വാല്യൂസും കണ്ടുപിടിക്കുക. എന്താണ് E/3DO? ദാറ്റ് ഈസ് E എന്ന് പറഞ്ഞാൽ എഡ്ജ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എൻഡ് ഡിസ്റ്റൻസ്, P എന്ന് പറഞ്ഞാൽ പിച്ച്, DO എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഹോള്, FUB എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് കപ്പാസിറ്റി, അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ടും, FU എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റും ആണ്. ഓക്കെ, പ്ലേറ്റിന്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്തും ഇത് ബോൾട്ടിന്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്തും ആണ്. സോ അങ്ങനെ ഈ സെറ്റ് ഓഫ് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ ഏറ്റവും സ്മോളർ വാല്യൂ ഏതാണ്? അതാണ് K സഫിക്സ് B. മനസ്സിലായല്ലോ? ഇനി അതിൽ നിന്ന് KB കിട്ടി. അങ്ങനെ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനുശേഷം D എന്ന് പറയുന്ന ഡയമീറ്റർ ഓഫ് ബോൾട്ട് അറ്റ് ഷാങ്ക് റീജിയൻ അറിയാം. ഇനി അടുത്ത T. വാട്ട് ഇസ് T? T is the summation of thicknesses of connected plates experiencing bearing stress in the same direction, or if the bolts are countersunk, the thickness of the plate minus 1/2 of the depth of the countersinking. കൗണ്ടർസിങ്ക് ചെയ്യുന്ന കേസ് ഒന്നും നമുക്ക് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. പക്ഷേ ഈ ഫസ്റ്റ് കേസ് വായിച്ചു വയ്ക്കുക. സമ്മേഷൻ ഓഫ് തിക്നെസ് ഓഫ് ദ കണക്റ്റഡ് പ്ലേറ്റ്സ് എക്സ്പീരിയൻസിങ് ബെയറിംഗ് സ്ട്രെസ് ഇൻ ദ സെയിം ഡയറക്ഷൻ. എന്താണ് അപ്പോൾ T എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരേ ഡയറക്ഷനിൽ ബെയറിംഗ് സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്ലേറ്റുകളുടെ തിക്നെസ് ആണ്, സം ഓഫ് തിക്നെസ്സസ് ആണ് T എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കുക. ഓക്കെ, ഈ കേസ് നോക്കുക. ഇവിടെ ഈ പ്ലേറ്റ് ഇടതുവശത്തേക്ക് മൂവ് ചെയ്യുകയാണ്, ഈ പ്ലേറ്റ് വലതുവശത്തേക്ക് മൂവ് ചെയ്യുകയാണെന്ന് വെക്കുക. ഓക്കെ, വി ആർ അപ്ലൈങ് ടെൻസൈൽ ഫോഴ്സ്. ഇടതുവശത്തേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ് ഈ പ്ലേറ്റിന് മാത്രമാണ് ഉള്ളത്. പക്ഷേ വലതുവശത്ത് അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ് ഈ പ്ലേറ്റിലുള്ളത് കൊണ്ട് ഈ പ്ലേറ്റ് എന്ത് ചെയ്യും? ഈ രണ്ട് കവർ പ്ലേറ്റ്സിനെയും കൂടെ വലതുവശത്തേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കും. ഓക്കെ, സോ ഇനി നോക്കുക, ഈ ബോൾട്ടിന് റെസ്പെക്റ്റീവായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ബോൾട്ടിൻ്റെ ഇടതുവശത്തുള്ള പ്ലേറ്റ് ഇവിടെ നോക്കുക, ഇത് ഇടതുവശത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ കവർ പ്ലേറ്റ്സ് മുകളിലെയും താഴെയുമുള്ള കവർ പ്ലേറ്റ്സ് വലതുവശത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ ബെയറിംഗ് സംഭവിക്കുന്ന ഒരേ സൈഡിൽ ബെയറിംഗ് സംഭവിക്കുന്ന പ്ലേറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് ഈ കവർ പ്ലേറ്റും ഒന്ന് ഈ കവർ പ്ലേറ്റുമാണ്. ഇനി ഈ പ്ലേറ്റിനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ബെയറിംഗ് സംഭവിക്കുന്നത് മറ്റൊരു ഡയറക്ഷനിലാണ്. ഈ മുകളിലെ രണ്ട് കവർ പ്ലേറ്റ്സിൽ ഉണ്ടാകുന്ന ഡയറക്ഷനിലുള്ള ബെയറിംഗ് സ്ട്രെസ് അല്ല ഇതിലുണ്ടാകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാനൊന്നും കൂടെ പറയാം. ഈ ബോൾട്ട് കണക്ട് ചെയ്തിരിക്കുന്ന 3 പ്ലേറ്റിലാണ്. These two are covering plates. Okay, covering plates.
ആൻഡ് ദിസ് ഈസ് ദി ഒറിജിനൽ പ്ലേറ്റ്. ഓക്കെ, നമ്മൾ ശരിക്കും ലോഡ് ട്രാൻസ്ഫർ ചെയ്യേണ്ട പ്ലേറ്റ് ആണ് ഇത്. ഈ പ്ലേറ്റിൻ്റെ തിക്നെസ് 18 mm, പക്ഷേ കവറിംഗ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഓരോന്നും 8 mm വെച്ചിട്ടാണ്. ഓക്കെ, ഈ പ്ലേറ്റിൽ സ്ട്രെസ് ബെയറിംഗ് സംഭവിക്കുന്നത് ഒരു വശത്താണെങ്കിൽ മറ്റ് രണ്ട് പ്ലേറ്റുകളിലും ബെയറിംഗ് സംഭവിക്കുന്നത് എതിർവശത്തായിരിക്കും. ഓക്കെ, ബിക്കോസ് ദോസ് ടു പ്ലേറ്റ്സ് ആർ മൂവിങ് വിത്ത് ദിസ് സ്മോൾ പ്ലേറ്റ്. ഓക്കെ, ഈ പ്ലേറ്റ് ഇത് രണ്ടിനെയും കൂടെ വലിച്ചുകൊണ്ട് പോകും. ഓക്കെ, അപ്പോൾ ബെയറിംഗ് ഉണ്ടാകുന്ന ദിശയ്ക്ക് വ്യത്യാസമുണ്ട്. ഈ പ്ലേറ്റിന് സംഭവിക്കുന്ന ബെയറിംഗ് അല്ല മറ്റ് മുകളിലെ രണ്ട് പ്ലേറ്റുകൾക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ ഒരേ സൈഡിൽ ബെയറിംഗ് സംഭവിക്കുന്ന പ്ലേറ്റുകളുടെ സമ്മേഷൻ എടുക്കണമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അത് എന്ന് പറയുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഈ ഡയറക്ഷനിലേക്ക് ബെയറിംഗ് സംഭവിക്കുന്നത് 18 mm പ്ലേറ്റിന് മാത്രമാണ്. പക്ഷേ വലതുവശത്തേക്ക് ബെയറിംഗ് സംഭവിക്കുന്ന ഈ രണ്ട് പ്ലേറ്റുകളാണ്. ദാറ്റ് ഈസ് 8 + 8 ദാറ്റ് ഈസ് 16 mm. ഓക്കെ, അങ്ങനെ 8 + 8 16 mm ഉണ്ട്, 18 mm ഉണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും ലീസ്റ്റ് വേണം നമ്മളിവിടെ എഴുതാൻ. ഏറ്റവും ലീസ്റ്റ് വാല്യൂ വേണം ഇവിടെ എഴുതേണ്ടത്. ദാറ്റ് ഈസ് 16 mm വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ least thickness, but it is the summation of thickness of connected plates experiencing bearing stress in the same direction. അങ്ങനെയുള്ള പ്ലേറ്റുകളുടെ ലീസ്റ്റ് തിക്നെസ് വേണം ഇവിടെ എഴുതാൻ. ഓക്കെ, അല്ലാതെ ഇവിടെ 8 mm എന്ന് നമ്മൾ എഴുതാൻ പാടില്ല. 8 mm പ്ലേറ്റ് രണ്ടെണ്ണം ഉണ്ട്, ആ രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. അതുകൊണ്ടാണ് ഇവിടെ സമ്മേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ നമുക്ക് മനസ്സിലാവും. നൗ ഡിസൈൻ ടെൻഷൻ കപ്പാസിറ്റി ഓഫ് ബോൾട്ട്. അപ്പോൾ ഇതും വളരെ സിമ്പിളാണ്. ഡിസൈൻ ടെൻഷൻ കപ്പാസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പേജ് നമ്പർ 76 കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ടി ബി അല്ലെങ്കിൽ ടി ഡി ബി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ടി എൻ ബി ഡിവൈഡ് ബൈ ഗാമ എം ബി. ഗാമ എം ബി 1.25 ആണ്. ടി എൻ ബി എന്ന് പറയുന്നത് 0.9 എഫ് യു ബി എ എൻ. 0.9 ഇൻറ്റു എഫ് യു ബി. എഫ് യു ബി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട്. എ എൻ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ഓക്കെ, that is net area എന്നാണ് ഉദ്ദേശിക്കുന്നത്. that is the cross sectional area of the bolt. okay,